പ്രായം കൂടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മുടെ മസിൽ നഷ്ടപ്പെടുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രീതി സിൻറ്റ നമുക്ക് സിനിമ നടിയാണ്. അതുപോലെ തന്നെ പല വ്യായാമം ചെയ്യുന്ന പല ആക്ടേഴ്സും ഉണ്ട്. ഇവരെല്ലാം അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മസിൽ നിലനിർത്തുന്നത് കൊണ്ടാണ്. പ്രായം കൂടുമ്പോൾ ശരീരം ദുർബലമാകുന്നുണ്ട്. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ നമുക്കത് എങ്ങനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും? സാർക്കോപ്പീനിയ തടയുക. 30 വയസ്സിന് ശേഷം നമ്മുടെ മസിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 40 കഴിഞ്ഞാൽ അതിൻ്റെ വേഗം കൂടുകയാണ്. 60 കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ മാറും. അപ്പോൾ ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുകയാണ്. അതായത് 60 വയസ്സുള്ളപ്പം നടക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എത്രമാത്രം മസിൽ ഉണ്ടതിനനുസരിച്ചാണ്. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനോ വലിയ മസിൽ ഉണ്ടാക്കാനോ അല്ല പറയുന്നത്. ചെറിയ വീഴ്ചകൾ ഉണ്ടായാൽ എല്ലൊടിയരുത്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്, സ്റ്റെപ്പ് കയറണം, ഇരുന്നിട്ട് എഴുന്നേക്കണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം നോർമലായിട്ട് നടക്കണം, ഡയബറ്റീസ് ഹൃദയരോഗങ്ങൾ തടയണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ വ്യായാമം ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ മസിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാരണം ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ്. നമ്മളെപ്പോഴും ഇരിക്കുകയാണ്. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനൊരു നിയമമുണ്ട്, യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. അതായത് യൂസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ലൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മസിൽസ് ഉപയോഗിച്ചില്ലെങ്കിൽ ശരീരം അത് പതുക്കെ പതുക്കെ ഇല്ലാതാക്കും. രണ്ടാമത്തെ കാരണം പ്രോട്ടീൻ ഇല്ലാത്തതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ കുറവാണ്. കേരളത്തിൽ നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ്. അപ്പം, പുട്ട്, ദോശ. ഇതിൽ പ്രോട്ടീൻ ഇല്ല. മസിൽ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാരണം ഹോർമോണൽ ചേഞ്ചാണ്. പ്രായം കൂടുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറോൺ, ഗ്രോത്ത് ഹോർമോൺ ഇത് കുറയും. ഇത് മസിലിനെ ബ്രേക്ക് ഡൗൺ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ കാരണം ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ. നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, പിസ്സ, ബർഗർ, അതുപോലെ ഹോട്ടലിൽ ഒത്തിരി നേരം എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങൾ, ഇതെല്ലാം മസിൽ ലോസിനെ സ്പീഡപ്പ് ചെയ്യുന്ന കാരണങ്ങളാണ്. അഞ്ചാമത്തെ കാരണം പുവർ മെറ്റബോളിക് ഹെൽത്ത്. ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മസിലിനെയും അത് ബാധിക്കും. അത് ബോഡിയിലെ ഗ്ലൂക്കോസ് സ്റ്റോറേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മസിലും ലോസ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണ്? ആദ്യത്തെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യുക. ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാം. സ്ക്വാറ്റുകൾ ചെയ്യാം, പുഷപ്പ് ചെയ്യാം, ലഞ്ചസ് ചെയ്യാം. സിമ്പിൾ എക്സസൈസ് മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ട് എക്സസൈസ് ചെയ്യാം, വീട്ടിൽ എങ്ങനെ എക്സസൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് കണ്ടിരിക്കുക, അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്കിലും വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മസിൽ ഡെവലപ്പ് ആവുകയുള്ളൂ. നമ്മളെ പലപ്പോഴും പല ആളുകളും നടക്കുകയാണ്. നടക്കുന്നൊരു വ്യായാമമല്ല, നടക്കുന്ന ഹൃദയത്തിന് നല്ലതാണ്. പക്ഷെ മസിൽ വേണമെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് തന്നെ ചെയ്യണം. ഇത് 40 വയസ്സാകുമ്പോൾ അല്ല ചെയ്ത് തുടങ്ങേണ്ടത്, 30 വയസ്സാകുമ്പോൾ തുടങ്ങുക. അപ്പോൾ അതൊരു ശരീരത്തിൽ ഒരു ഹാബിറ്റായിട്ട് മാറും, ഒരു ജീവിതത്തിലെ ഒരു ഹാബിറ്റായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. നമ്മൾ എല്ലാ ആഹാരത്തിനോടൊപ്പം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ വെയിറ്റ് 60 കിലോ ആണെങ്കിൽ മുട്ടയിൽ കിട്ടും, ഗ്രീക്ക് യോഗട്ടിൽ കിട്ടും, ചിക്കനിൽ കിട്ടും, ഫിഷിൽ കിട്ടും, ദാലിൽ കിട്ടും, കടലയിൽ കിട്ടും. ഇതെല്ലാം പ്രോട്ടീൻ കിട്ടുകയാണ്. 1 to 1.2 ഗ്രാം പെർ കിലോഗ്രാം നമുക്ക് വേണം. അപ്പോൾ 1 എങ്കിലും വെച്ച് കൂട്ടുക. അപ്പോൾ 1 വേണം. 60 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ ആഹാരത്തിനോടൊപ്പം 20 ഗ്രാം പ്രോട്ടീൻ വേണം, ഉച്ചയ്ക്ക് ആഹാരത്തിനോടൊപ്പം 20 ഗ്രാം വേണം, അതുപോലെ രാത്രി ആഹാരത്തിലൂടെയും 20 ഗ്രാം വേണം. ഇനി 90 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലോ 30 ആയിരിക്കണം. ഈ രീതിയിൽ എല്ലാ മീലിനോടൊപ്പം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ അത്രമാത്രം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു അപ്പം കഴിക്കുന്നു, അല്ലെങ്കിൽ പുട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ദോശ കഴിക്കുന്നു, അതിനോടൊപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കാതിരുന്നാൽ നമ്മുടെ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ ശരീരത്തിൽ കൂടും. അതേസമയത്ത് അതിനോടൊപ്പം പുട്ട് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ മുട്ട കഴിക്കുകയാണ്, ദോശ കഴിക്കുന്നതിനോടൊപ്പം കടല കഴിക്കുകയാണെങ്കിൽ അത്രമാത്രം ഷുഗറിൻ്റെ സ്പൈക്ക് ഉണ്ടാകില്ല. ഈ പ്രോട്ടീൻ നമ്മുടെ മസിലിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിർബന്ധമായിട്ടും നിങ്ങളുടെ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തുക. എല്ലാ ആഹാരത്തിനോടൊപ്പം പ്രോട്ടീൻ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ശരീരത്തിന് പല ഗുണങ്ങളും നൽകും. ഇനി മൂന്നാമത്തെ കാര്യം, വൈറ്റമിൻ ഡി പല ആളുകൾക്കും ഇപ്പോൾ കുറവാണ്. ഇത് മസിൽ സ്ട്രെങ്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രാവിലത്തെ സൂര്യപ്രകാശം ഒരു 10 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് കിട്ടണമെന്നാണ് പറയുന്നത്. പക്ഷെ പ്രയാസമാണ് അല്ലേ? നമുക്ക് പുറത്തു പോയി ആ വെയിൽ കൊള്ളാൻ, അത് നട്ടുച്ചയിലെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആളുകൾ വെയിൽ കൊള്ളാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുക്കാം. നമ്മൾ ആഴ്ചയിൽ ടാബ്ലറ്റ് എടുക്കാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ എടുക്കുന്ന ടാബ്ലറ്റ് എടുത്താലും കുഴപ്പമില്ല. ദിവസവും വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്.
പക്ഷെ അത് പ്രയാസമാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കുകയോ 10,000 ഡോസ് കഴിക്കുകയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു 50,000 ഡോസ് കഴിക്കുകയോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നോർമലാവും. ആഹാരത്തിലൂടെ ഒന്നും അധികം വൈറ്റമിൻ ഡി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് മിക്ക ആളുകൾക്കും വേണ്ടി വരും. ഞാൻ ഉൾപ്പെടെ അത് കഴിക്കുന്നു. ഇനി 4ാമത്തെ കാര്യം, ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വേണം. ദിവസേന ഒരു 7,000 മുതൽ 10,000 സ്റ്റെപ്പുകൾ നടക്കുക. ഭക്ഷണത്തിന് ശേഷം 10 മിനിറ്റ് നിർബന്ധമായി നടക്കുക. ഇരിക്കുന്ന സമയം കുറയ്ക്കുക. ഓരോ 30 മിനിറ്റിലും നടക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നടക്കുന്നത് അത്ര വലിയ കാര്യമില്ലെന്ന്. പക്ഷേ നടക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? നമ്മുടെ മസിൽസിൽ ആക്റ്റീവ് ആവും, അതിൽ ബ്ലഡ് ഫ്ലോ കൂടും. അതുമാത്രമല്ല, നമ്മൾ ആഹാരം കഴിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അത്രമാത്രം ഷുഗർ സ്പൈക്ക് ഉണ്ടാകില്ല. അതും നല്ലതാണ്. നമ്മൾ ഒത്തിരി നേരം നടക്കാനല്ല പറയുന്നത്. ഒരു ദിവസത്തിൽ നമ്മൾ 7,000 സ്റ്റെപ്പുകൾ നടക്കുക, മുതിർന്നൊരു വ്യക്തി. 5ാമത്തെ കാര്യം ഉറക്കമാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്ക സമയം എന്ന് പറഞ്ഞാൽ 7 മുതൽ 8 മണിക്കൂറാണ്. നല്ല ഉറക്കം. ആ സമയത്ത് നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ റിപ്പയറിങ്ങും നടക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കും. അത് പക്ഷേ പെട്ടെന്ന് ഓണാക്കാനായിട്ട് പറ്റും. അതേ സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് റെസ്റ്റ് വേണമെങ്കിൽ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വേണം. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ പ്രായം വളരെ വേഗത്തിൽ വരും. നല്ലോണം ഉറങ്ങുന്നവർക്ക് പ്രായം റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി കൂടുതൽ ഉറങ്ങരുത്. 10 മണിക്കൂർ 12 മണിക്കൂറല്ല ഉറങ്ങേണ്ടത്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരം ഹീലാക്കുകയാണ്. ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക. പല ആളുകളും എക്സസൈസ് ചെയ്യും, അതുപോലെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ ഉറക്കം കറക്റ്റായില്ലെങ്കിൽ അവർക്ക് ഒരു കാര്യവും അതിനകത്ത് ബെനിഫിറ്റ് കിട്ടില്ല. അടുത്തൊരു കാര്യം, പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ പാക്കറ്റ് ഫുഡ്സ് എല്ലാം പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലേസ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ, ഇതെല്ലാം പ്രോസസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു ചീത്താകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണ്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. കേടാകാതിരിക്കണം. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയാണ്. പാക്കറ്റ് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുക, വല്ലപ്പോഴൊക്കെ കഴിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിക്കാനായിട്ട് നോക്കുക. പ്രിസർവേറ്റീവ്സ് മാക്സിമം കുറയ്ക്കുക. ഈ റെഡി ടു ഈറ്റ് ഫുഡുകളൊക്കെ ധാരാളം മാർക്കറ്റിലുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അത് മാത്രമേ ഉള്ളൂ. അതാണ് മിക്ക കുട്ടികൾക്കും ഇഷ്ടം, മിക്ക മുതിർന്നവർക്കും ഇഷ്ടം. എളുപ്പമാണ്, പെട്ടെന്ന് വിശക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കുക എളുപ്പമാണ്. റസ്ക് മുതലുള്ള സാധനങ്ങളെല്ലാം ചുമ്മാ കഴിക്കുകയാണ്. ഇതിലെല്ലാം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അടുത്ത് ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷുഗർ, പഞ്ചസാര. പഞ്ചസാര പൂർണ്ണമായിട്ടും ഇല്ലാതായാൽ പ്രായം റിവേഴ്സ് ആവും. പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, പഞ്ചസാര എന്ന് പറയുമ്പോൾ ബേക്കറി ഫുഡ്സ് ആവാം, കേക്ക് ആവാം. പഞ്ചസാര ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്ത് സാധനവും പ്രോബ്ലമാണ്. ഞാൻ പല വീഡിയോസും ചെയ്താണ് പഞ്ചസാര നിർത്തിയാൽ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒന്നാണ് പ്രായം റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. വല്ലപ്പോഴുമൊക്കെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് കൊതി തോന്നുവാണെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം. പക്ഷേ എന്നും പഞ്ചസാര കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിനെ ഏജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രായം വരും. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കഴിക്കാം? നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അത് അമിതമായി കഴിക്കരുത്, ഒരു അളവിൽ കഴിക്കുക. പച്ചക്കറികൾ കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കുക, എല്ലാ ആഹാരത്തിനോടൊപ്പം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഈ രീതിയിൽ നമുക്ക് എന്തും കഴിക്കാവുന്നതാണ്. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഫുഡിൽ ആശ്രയിക്കാനായിട്ട് നോക്കുക. നട്ട്സ് കഴിക്കാം, നല്ലതാണ്. സീഡ്സ് നല്ലതാണ്. പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ്, അങ്ങനെയുള്ള സീഡ്സ് എല്ലാം കഴിക്കാം. ഒരു ദിവസം കൊണ്ട് ഇതൊന്നും മാറില്ല. ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഒരു 6 മാസം കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു 7ഓളം സ്റ്റെപ്പുകളൊന്ന് പാലിച്ചു നോക്കുക. വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിട്ട് കാണാം, നിങ്ങളുടെ എനർജി വർദ്ധിക്കുന്നതായിട്ട് കാണാം, കോൺഫിഡൻസ് കൂട്ടും, അതുപോലെ മുഖത്തുള്ള തൊലിയിൽ വരെ വ്യത്യാസം വരും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പ്രായം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏജിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രായമായ സമയത്ത് നമുക്ക് ഇരുന്നിട്ടൊന്നും എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാനും വളരെ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും കിടപ്പിലാകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 70 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ പല ആളുകളും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാണ്. നടക്കാൻ പല ആളുകളുടെയും സപ്പോർട്ട് വേണം. ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ എല്ലുകളെല്ലാം പൊടിയുകയാണ്. പിന്നെ അത് കിടപ്പിലായി പോവുകയാണ്. സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ 30ാമത്തെ വയസ്സിലും 40ാമത്തെ വയസ്സിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 7 പോയിൻറ്റും അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ ട്രെയിനിങ് നമ്മൾ ചെയ്തു തുടങ്ങണം. കാരണം കേരളത്തിൽ ഏറ്റവും കുറവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മസിൽ ട്രെയിനിങ്. ബാക്കിയെല്ലാം ശ്രദ്ധിച്ചാലും മസിൽ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുക. റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള
വ്യായാമങ്ങളും ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ വ്യായാമങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്പറും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.